സംസ്ഥാനത്ത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് കർശന നിരോധനം ഏർപ്പെടുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കും. ലഹരിക്കെതിരായ പോരാട്ടം തുടരുന്നു. തൂഫാൻ വഴി ഇതുവരെയായി 60 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇത് ശക്തമാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. നിരോധനം ലംഘിച്ച് വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്കൂളിന്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലെ കടകളിലും അത് വിൽക്കുന്ന ആളുകളെ കർശനമായി തന്നെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഇത് വിൽക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു സ്കൂളിന്റെ മുമ്പിലും ഒരു കോളേജിന്റെ മുമ്പിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിലും പുകയില ഉൽപ്പന്നങ്ങളോ നിരോധിത മയക്കുമരുന്നുകളോ വിൽക്കാൻ പാടില്ല. ഓപ്പറേഷൻ തൂഫാൻ വഴി 60 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. വിവിധ കേസുകളിലായി ലഹരി വിൽപ്പന സംഘത്തിലെ 2 അന്താരാഷ്ട്ര കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൈജീരിയൻ പൗരൻ സാമുവലിനെ ഡൽഹിയിൽ നിന്നും പത്തനംതിട്ടയിലെ ഒരു കേസിൽ എൽസീന എന്ന വിദേശ പൗരയെ ബംഗളൂരിൽ നിന്നുമാണ് പിടികൂടിയത്. എൽസീന എന്ന പേരുള്ള ഈ വിദേശ വനിതയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞത് അത് വലിയ എവരിന്റെ സോഴ്സ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കുന്ന സോഴ്സിന്റെ പ്രധാനപ്പെട്ട 2 കണ്ണികളെയാണ് കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയി തന്നെ ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ മേൽനോട്ടത്തിനായി സ്പെഷ്യൽ ഓഫീസർ IG പുട്ട വിമലദീപ്തയെ ചുമതലപ്പെടുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വിൽപ്പന സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്കും നൽകാം. വിവരം തരുന്നവരുടെ വിലാസം പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.